നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ സാരി കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും എഡിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് അത് ഭംഗിയായിട്ട് അവരത് ചെയ്തു തന്നു എന്നുള്ളതാണ്. ക്യാമറ വർക്കും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ എയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് വരെ ആ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വന്ന ഓരോ കമൻസ് എന്ന് പറയുന്നത് ഒരു സാരി തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. സത്യത്തിൽ ഞാനിവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി വാങ്ങിക്കാനാണ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാരിയെങ്കിലും വാങ്ങിക്കാതെ വരില്ല. എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ക്രേസുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഒത്തിരി പേര് സാരി കളക്ഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സാരീസ് മുഴുവനായിട്ട് കാണിച്ചത്. അന്നൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാനിതുപോലെ പറഞ്ഞിരുന്നു, 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ സാരികൾ ഞാൻ കൊടുക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ചുരിദാറിനേക്കാളും കുർത്തയേക്കാളും ഒക്കെ ഉള്ളത് സാരിയാണ്. വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ വളരെ വിരളമായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങൾ എപ്പോഴും എന്നെ കാണുന്നതും സാരിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സാരിയാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാരിയൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനിവിടെ എല്ലാ മാസവും ആർക്കെങ്കിലും, അതായത് എനിക്ക് അത്രയും പേഴ്സണലി അറിയാവുന്നവർക്കും ഒട്ടുമില്ലാത്തവർക്കും വീട്ടിലെന്തെങ്കിലും സഹായം ചോദിച്ച് വരുന്നവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നിട്ട് പോലും എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്, ഒരു ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു NGO ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ടോ ഇപ്പോൾ ഒരു കണക്ഷനൊന്നും ഇല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അറിയാതിരുന്നത്. ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പേര് അഡ്രസ്സ് അയച്ചു തന്നു. അതിൽ നിന്നും ബാംഗ്ലൂരിലുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് എൻ്റെ കുറച്ച് സാരികൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തയക്കുകയും ചെയ്തു. ഇതിൽ സന്തോഷം. പക്ഷേ ഒരുപാട് പേര് ഇൻഡിവിജ്വലായിട്ട് സാരി അയച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു അസ്വസ്ഥതയും എനിക്കുള്ള അസ്വസ്ഥതയും ചെറുതല്ല. കാരണം ഞാൻ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് ചോദിച്ച ആളുകളോടൊക്കെ ക്ഷമയാണ് ചോദിക്കാനുള്ളത്. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ എപ്പോഴെങ്കിലും അമ്മാസിൻ്റെ ബ്രാൻഡിൽ നിന്ന് സാരി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അറിയില്ല ദൈവം സഹായിച്ചിന് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ആളുകൾക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് സാരി കൊടുക്കാം. തൽക്കാലം ഞാൻ ഉടുത്ത സാരികളൊന്നും എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കണ്ട. അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ എണ്ണയോ അഴുക്കോ ചെളിയോ എന്തെങ്കിലുമൊക്കെ പരണ്ടിട്ടുണ്ടാവും. പിന്നെ ചില ആളുകൾ റീസൈക്ലിങ്ങിനൊക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളും എന്നോട് ക്ഷമിക്കുക. വീഡിയോ അത്രയും റീച്ചിലേക്ക് കൊണ്ടെത്തിച്ച ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കൊടുക്കാൻ മടിക്കരുത്. കൊടുത്താൽ കുറയില്ല, കൂടെയുള്ളൂ. താങ്ക് യു.